അടുത്ത് നമുക്ക് പഴയ ഷേപ്പ് നിർത്തിയ 2018 വാഗണർ VXi ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്ററാണ്. ഇത് 14,000 കിലോമീറ്ററേ പ്രോപ്പറായിട്ട് ഓടിയിട്ടുള്ളൂ. 2013 i10 മോഡലാണ്. സെക്കൻഡ് ഓണർ മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതിന് അടുത്തൊരു മോഡൽ പറഞ്ഞ വാഗണർ 2016 വാഗണർ VXi സെക്കൻഡ് ഓണറാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്ന കൊട്ടാരക്കര രജിസ്ട്രേഷനാണ്. ഇത് i10 ഗ്രാൻഡ് ആണ്. 2014 മോഡലാണ്. ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. പ്രോപ്പർ നോർമലി കമ്പനി സർവീസാണ്. 84,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് 2017 ടിയാഗോ ആണ്. ടിയാഗോ ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത് XM എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലത്താണ് കേട്ടോ. കൊല്ലം എന്ന് പറയുമ്പം പ്രോപ്പർ കൊല്ലം തന്നെയാണ്. കൊല്ലത്ത് പോപ്പുലറിൻ്റെ ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. തട്ടാമല എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ടു കൊട്ടിയം പോകുന്ന വഴിക്കാണ് തട്ടാമല എന്ന് പറയുന്ന സ്ഥലം. അപ്പം അവിടെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ പറ്റിയ ടൈപ്പ് വണ്ടികളാണ്. ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയൊക്കെ വരുന്ന ടൈപ്പ് വണ്ടികളൊക്കെയാണ്. 2-2.5 ലക്ഷം രൂപയ്ക്കൊക്കെ കിടക്കുന്ന വണ്ടികളാണ് കിടക്കുന്നത്. അല്ലാതെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വണ്ടികൾ നോക്കുന്നവർക്ക് കാണാൻ പറ്റിയൊരു വീഡിയോ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ളവർ എനിക്ക് വേണ്ടി മാത്രം ജസ്റ്റ് വാച്ച് ഓവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കാണുക. അപ്പോൾ പിന്നെ വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് വണ്ടികൾ കാണാമല്ലോ. ഇവിടുത്തെ ഒരു വില, മാർക്കറ്റിലെ വിലയും കൂടിയൊക്കെ നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാവുന്ന വീഡിയോയാണ്. അപ്പം വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 2.5 ലക്ഷത്തിന് മുകളിലോട്ട് നോക്കുന്ന ടൈപ്പ് ആൾക്കാർക്കായിരിക്കും ഈ വീഡിയോ ഉതകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോഴേ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അതുപോലെ വരുന്ന നമ്മളെ സുനോജ് ബ്രോ വന്നിട്ടുണ്ട്. ഇച്ചിരി അകത്തോടെ ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞു മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കൊക്കെ പറ്റിയ ടൈപ്പ് വണ്ടികളാണ് തോന്നെ കിടക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തുടക്കം എന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു. നമുക്ക് ഒരു 250 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 250 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി എല്ലാം വർഷം മോഡൽ കൂടിയ വണ്ടികളാണ്. ഒരു 2015 മേലോട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്. മൊത്തം വണ്ടി എല്ലാം നമ്മളിപ്പം കാണിക്കുന്നത് കൂടുതലും 2015 മേലോട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷം വളരെ കുറച്ച് പഴക്കവും കുറച്ച് കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് എല്ലാം. എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഈ കാണിക്കുന്ന എല്ലാ വണ്ടിക്കും ഫിനാൻസ് സൗകര്യവും വാറണ്ടി അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് 6 മാസം 1 വർഷവും വാറണ്ടി. ഓക്കെ, സോറി, 1 വർഷം 6 മാസം വാറണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് മോഡൽ ബേസ് ആണ് ഈ വാറണ്ടിയുടെ കാലാവധി. അത് നമ്മൾ ഓരോ വണ്ടി കാണിക്കുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് പിന്നെ പുള്ളി മൊത്ത കാര്യങ്ങളും പറയും. എനിക്ക് ഈ വീഡിയോയിൽ വലുതായിട്ട് ചോദ്യവും പറയച്ചല്ലോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. പുള്ളി തന്നെ എല്ലാം പറഞ്ഞോളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരിക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ട് നേരത്തെ പറയാം, ഇപ്പോഴേ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. നമുക്ക് താമസിച്ചു പറഞ്ഞാൽ ഒത്തിരി ഡെയിലി പൂക്കൊണ്ടിരിക്കുക. വൈകുന്നേരം വണ്ടിയുടെ ഒരു കറക്റ്റ് ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടാൻ പാടായി. അതുകൊണ്ട് നമുക്ക് നേരത്തെ പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് കിഡാണ്. 2016 മോഡലാണ്. ഇതിൻ്റെ വേരിയൻറ്റ് വരുന്ന RX10 ആണ്. RX10 എന്ന് പറഞ്ഞാൽ നമ്മൾ കിഡിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 56,000 കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയേക്കുന്നത്. നോർമലി പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. പിന്നെ നമുക്ക് അകത്തോട്ട് നോക്കാം. ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കിടക്കുവാണ്. വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിങ്, അതുപോലെ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അങ്ങനെ ഒരു വണ്ടിക്ക് വേണ്ട അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നോർമലി ഇത് നമുക്ക് എൻജിൻ ഗിയർ ബോക്സ് 6 മാസം പോപ്പുലറിൻ്റെ ഓട്ടോകോൺ വാറണ്ടി വരുന്നതാണ്. പിന്നെ നമ്മൾ ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ബമ്പറിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 നമ്മൾ പുതിയ ടയറും ബാക്കിൽ ഏകദേശം ഒരു 50% മേളിൽ ബാക്കിൽ ടയറുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് നമുക്ക് ടയറോ ബാക്കി വേറെ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മളിത് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് വണ്ടി വിലയുടെ 80-85% വരെ ഫിനാൻസ് കിട്ടും. അതായത് നമുക്ക് ആദ്യം ഒരു 50-70 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ ഒരു 5 വർഷം സ്കീമിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഇത് നമ്മൾ മാരുതി അപേക്ഷിച്ച് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അകം നോക്കിയാലും പുറമെ നോക്കിയാലും ഒരു വലിയ വണ്ടിയുടെ ഫീൽ തോന്നുന്ന വണ്ടിയാണ്. മൈലേജ് എന്താണ്? മൈലേജ് ഇത് എങ്ങനെയായാലും നമുക്ക് ലോങ് ഒക്കെ ഒരു 18-19 തീർച്ചയായിട്ടും കിട്ടും. ഈ കാറ്റഗറി വരുന്ന എല്ലാ വണ്ടികൾക്കും അത് ഏകദേശം നമുക്ക് ലോങ് കിട്ടും. ഈ ട്രാഫിക്കിലൊക്കെയാണ് ഒരുപാട് മൈലേജ് കുറവ് വരുന്നത്. അല്ല ലോങ് നമുക്ക് വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. ഇതിൻ്റെ എമൗണ്ട് നമ്മൾ ചോദിക്കുന്നത് ഏകദേശം 2.55 നമ്മൾ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അത് നമുക്ക് വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ ആ വിലയ്ക്കകത്ത് 2.55 എന്നുള്ളത് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. ഇത് i10 ഗ്രാൻഡ് ആണ്. 2014 മോഡലാണ്. ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. പ്രോപ്പർ നോർമലി കമ്പനി സർവീസാണ്. 84,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഇതിൻ്റെ വേരിയൻറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ സ്പോർട്സ് എന്ന് പറയും. അതായത് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കുവാണെങ്കിൽ കീലെസ് എൻട്രിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്.
4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ നമുക്ക് മിററൊക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ മിററാണ്. നമ്മൾ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ ഓൾറെഡി അഡീഷണൽ സീറ്റ് കവർ, ഫുൾ മാറ്റ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ നമുക്കൊരു 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സെറ്റും റിവേഴ്സ് മാർക്കിംഗ് ക്യാമറയും കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പൈസ മുടങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു വണ്ടിക്കകത്ത് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഓൾറെഡി ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ കളർ വൈറ്റ് ആണ് വരുന്നത്. നമ്മൾ പുറമെ നോക്കിക്കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്കെടുത്ത് പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ചെറിയ ചെറിയ ബമ്പറിലൊക്കെയുള്ള സ്ക്രാച്ചുകൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെ തരും. പിന്നെ ബാക്ക് AC വെൻ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ടയർ ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 50% 4 ടയറും ഒരുപോലെ ടയറുണ്ട്. പിന്നെ നമുക്കിത് ഫിനാൻസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2014 ആയതുകൊണ്ട് നമുക്ക് ലോൺ ചെയ്യുന്ന വർഷം കുറവായിരിക്കും. മാക്സിമം ഒരു 2.5-3 വർഷം, 3 അല്ലെങ്കിൽ 3.5 വർഷം വരെയൊക്കെ മാക്സിമം ലോൺ ചെയ്യുള്ളൂ. ആദ്യം നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 1 രൂപയൊക്കെ ആദ്യം അടയ്ക്കാമെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ചോദ്യം നമ്മൾ 2.75 നമ്മൾ സെല്ലിങ് ഇട്ടേക്കുന്നത്. നമ്മൾ വിലയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മാന്യമായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാ വണ്ടിയെ പോലെ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. ആക്സിഡൻറ്റോ അങ്ങനെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. കിലോമീറ്റർ ജെനുവിൻ തന്നെ കമ്പനി സർവീസ് വണ്ടിയാണ്. അതാണ് ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞത്. ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ്, 2014 i10 ഗ്രാൻഡ് സ്പോർട്സ് മോഡലാണ്. അടുത്ത് നമ്മൾ കാണുന്നത് 2020 എസ്പ്രസോ VXi മോഡലാണ്. സിംഗിൾ ഓണറാണ്. VXi എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AC, പവർ സ്റ്റിയറിങ്, 2 ഡോർ പവർ വിൻഡോ, 2 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബിൽട്ടായിട്ട് സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അങ്ങനെ അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ വണ്ടിക്കകത്ത് അഡീഷണൽ ആയിട്ട് കസ്റ്റമർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ മെയിനായിട്ട് സീറ്റ് കവറുണ്ട്, മാറ്റുണ്ട്, അതുപോലെ തന്നെ റെയിൻ ഗാർഡ്, സ്പോയിലർ. അതിലുപരി നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റ് നമുക്ക് അലോയ്സ് വരുന്നതല്ല. മാരുതി സുസുക്കിയുടെ 4 അലോയ്സ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്കകത്ത് ബോഡിയുടെ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറൊക്കെ നല്ല വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ ബോഡി നോക്കുകയാണെങ്കിലും വലുതായിട്ട് ബോഡിക്കകത്ത് പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് മാരുതിയുടെ തന്നെ 6 മാസം വാറണ്ടി കവറേജുള്ള വണ്ടിയാണ്. പിന്നെ നമുക്ക് വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്, ഒരു 50 രൂപയ്ക്കകത്ത് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു മോഡൽ കൂടിയ വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഇത് നമുക്കൊരു 50-നകത്തുണ്ടെങ്കിൽ ബാക്കി നമുക്ക് 5 വർഷം EMIയിൽ ഫിനാൻസ് ഇട്ട് സൗകര്യമുള്ള വണ്ടിയാണ്. ഇതിൻ്റെ എമൗണ്ട് നമ്മൾ ചോദിക്കുന്നത് 395 ആ 395 നെഗോഷ്യബിൾ ആണ്. കസ്റ്റമർ അന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റേറ്റിൻ്റെ ഭാഗത്ത് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം, അതിലുപരി വണ്ടി വൃത്തിയാക്കി നീറ്റാക്കി ക്ലീനാക്കി കൊടുക്കാൻ പറ്റും. അടുത്ത നമുക്കൊരു LPG, കമ്പനി LPG വണ്ടിയാണ്. ഇത് 2011 മോഡലാണ്. സിംഗിൾ ഓണർ. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ കിലോമീറ്റർ വളരെ കുറവാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഈ ജെന്യൂൻ കിലോമീറ്ററാണ്. ഈ 33,000 കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ജെന്യൂനായിട്ട് സർവീസുള്ള 33,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. LXi എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് വരുന്നത്. AC, പവർ സ്റ്റിയറിങ്, 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ സീറ്റ് കവർ, മാറ്റ്, അതുപോലെ തന്നെ സ്പോയിലർ, അങ്ങനെ അത്യാവശ്യം സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് അതെല്ലാം ഓൾറെഡി വണ്ടിക്കകത്ത് അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ടയറും ഏകദേശം ഇപ്പം മാറിയിട്ട് ഒരു 1000 അല്ലെങ്കിൽ 2000 കിലോമീറ്ററിനകത്തേ ആയിട്ടുള്ളൂ. പിന്നെ ബോഡിക്കകത്ത് അങ്ങനെ മേജറായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ട്രിവാൻഡ്രമാണ്. കളർ വരുന്ന സിൽവറാണ്. നമുക്ക് 2011 ആയതുകൊണ്ട് ഫിനാൻസ് സൗകര്യം വളരെ കുറവായിരിക്കും. മാക്സിമം ചിലപ്പോൾ ഒരു വർഷമൊക്കെ സ്ലാബിലായിരിക്കും ഫിനാൻസ് ചെയ്യുന്നത്. വണ്ടി ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ചോദ്യം എത്ര? ഇത് നമ്മൾ 260 ചോദ്യം. സിംഗിൾ ഓണർ, 32,000 കിലോമീറ്റർ ഓടിയ വാഗണാർ ഡിയോ വണ്ടിയാണ്. അതിലെന്തെങ്കിലുമൊക്കെ കുറയൂ? തീർച്ചയായിട്ടും നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ഉറപ്പാണ്. 5,000 രൂപയാണ്. 5,000 ഒന്നും അല്ല, തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റമർക്ക് വലിയ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അടുത്ത നമ്മൾ നോക്കുന്ന 2018 വാഗണാർ VXi ആണ്. സിംഗിൾ ഓണറാണ്. വൈറ്റ് കളർ. നമ്മൾ രജിസ്ട്രേഷൻ വരുന്ന ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടിക്കകത്ത് തീർച്ചയായിട്ടും അലോയ്സ്, അതുപോലെ തന്നെ അത്യാവശ്യം നോർമലി വലിയ വീതിയുടെ ടയറൊക്കെയാണ് കസ്റ്റമർ അഡീഷണൽ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ആക്സസറീസിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ, മാറ്റ്, അതുപോലെ തന്നെ ബാക്കിൽ ക്യാമറ, ഒരു ചെറിയ ടച്ച് സ്ക്രീന്, അങ്ങനെയുള്ള അത്യാവശ്യം ഒരു വണ്ടിക്കകത്ത് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വണ്ടിക്കകത്തുണ്ട്. അതുപോലെ തന്നെ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ വാറണ്ടി നോക്കുകയാണെങ്കിൽ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് വരുന്ന വണ്ടിയാണ്. നമ്മൾ ഫിനാൻസ് സൗകര്യവും ഓൾറെഡി ഉണ്ട്. ഏകദേശം വണ്ടിയിലൊരു 80-85% വരെ ഫിനാൻസ് കിട്ടും. ആദ്യം നമുക്കൊരു 75-80 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടച്ചാൽ മതി. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. അങ്ങനെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് പറ്റിയിട്ടില്ല. വണ്ടിയുടെ പ്രൈസ് ഇപ്പം വണ്ടി ഓൾറെഡി ഇന്ന് രാവിലെ എടുത്തതേ ഉള്ളൂ. അത് പ്രൈസ് ആയിട്ടില്ല. നമുക്ക് മിക്കവാറും നാളത്തേക്ക് തന്നെ ആവും. നമ്മൾ വിളിക്കുന്ന കസ്റ്റമർ അടുത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം പ്രൈസ്. ഞാൻ വേറെ കാര്യം കേട്ടാ, ഇത് ഏകദേശം പ്രൈസ് എന്താ? ഒരു 4 രൂപയ്ക്ക് മേളിൽ എന്തായാലും വരും, ഉറപ്പായിട്ടും വരും. 4 രൂപയ്ക്ക് മേളിൽ വരും.
2018 VXI സിംഗിൾ ഓണർ വണ്ടിയാണ്. ആണ് വാഗണാർ നല്ല മാർക്കറ്റുള്ള മോഡലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ലോ കിലോമീറ്റർ വണ്ടിക്ക് അത്യാവശ്യം നല്ല വാല്യൂ, റീസെയിൽ വാല്യൂ ഉണ്ട്. നമ്മൾ എടുക്കുന്ന ആ ഒരു വാല്യൂവിന് തന്നെയാണ് കൊടുക്കുന്ന, മാത്രമല്ല എടുക്കുന്നത് അത്യാവശ്യം നല്ല വിലയ്ക്ക് തന്നെയാണ് എല്ലാ വണ്ടി എടുക്കുന്നത് വാഗണാർ. കാരണം അടുത്തൊരു മോഡൽ കുറഞ്ഞ വാഗണാർ 2016 വാഗണാർ VXI സെക്കൻഡ് ഓണറാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്ന കൊട്ടാരക്കര രജിസ്ട്രേഷനാണ്. വണ്ടി VXI ആണ്. കിലോമീറ്റർ 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ VXI ആകുമ്പോഴത്തേക്ക് വാഗണറിൻ്റെ ടോപ്പ് മോഡലാണ്. അത്യാവശ്യം പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് എന്താണെന്ന് പറയേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ ഉൾപ്പെടെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 ടയർ ഇപ്പോൾ ഓൾറെഡി മാറിയിട്ട് ഒരു 1000 കിലോമീറ്ററിനകത്തേ ഓടിയിട്ടുള്ളൂ. ബാക്കും അത്യാവശ്യം നല്ല ടയറാണ്. ഇത് നോർമലി പോപ്പുലറിൻ്റെ 6 മാസം എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി ഉള്ളതാണ്. ഇതിലും ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഏകദേശം നമുക്കൊരു 75 രൂപ റേഞ്ച് അടയ്ക്കുന്ന ഒരു കസ്റ്റമർക്ക് ബാക്കി ലോൺ സൗകര്യം ഉള്ളതാണ്. അതായത് നമുക്കൊരു 4 രൂപയ്ക്കകത്തൊക്കെ ഒരു വാഗണാർ നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, ചോദിക്കുന്നത് ഇത് നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്ന 375 അതിനകത്ത് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ വണ്ടിയുടെ ഭാഗത്താണെങ്കിലും വിലയുടെ ഭാഗത്താണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, കാരണം അടുത്തത് നമുക്ക് ഒരു സ്വിഫ്റ്റ് i20 നോക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ഒരു 5 ലക്ഷത്തിന് താഴെ ഒരു വണ്ടിയാണ്. 2016 i20 മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. വണ്ടി സെക്കൻഡ് ഓണർ, രജിസ്ട്രേഷൻ വരുന്ന ആറ്റിങ്ങൽ രജിസ്ട്രേഷനാണ്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 50,000 കിലോമീറ്റർ ഓടിയ പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഇൻറ്റീരിയലൊക്കെ നോക്കുവാണെങ്കിൽ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 4 ടയറും ഏകദേശം ഇപ്പോൾ മാറിയതിന് ശേഷം ഒരു 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 JKയുടെ ടയറാണ് കിടക്കുന്നത്. ഒരു 40-40,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടാം. ഇതിന് ഇൻറ്റീരിയലൊക്കെ നോക്കുവാണെങ്കിൽ വെല്ലാണ്ട് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. നല്ല സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്, മാറ്റ്, അതുപോലെ തന്നെ നല്ലൊരു സ്ക്രീൻ, ടച്ച് സ്ക്രീൻ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ക്യാമറ വരുന്നുണ്ട്. അതായത് നമുക്ക് ടയറിൻ്റെ ഭാഗമാണെങ്കിലും ഇൻഷുറൻസിൻ്റെ ഭാഗമാണെങ്കിലും ഇപ്പം എടുക്കുന്ന കസ്റ്റമർക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇൻഷുറൻസ് ആയാലും ഏകദേശം ഒരു 3-4 മാസത്തേക്ക് ഇൻഷുറൻസ് കിടപ്പുണ്ട്. പിന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ഓഡിയോ കൺട്രോൾ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 6 മാസം എൻജിൻ ഗിയർ ബോക്സ് കവറേജ് വരുന്ന വണ്ടിയാണ്. ഡുവൽ ടോൺ ആണോ വണ്ടി? വണ്ടി ഡുവൽ ടോൺ ആണോ? അതെ. വന്നപ്പോഴേ ഇങ്ങനെയാണ്? അതെ, വന്നപ്പോഴേ ഇങ്ങനെയാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 51, നിങ്ങൾ വണ്ടി ഏകദേശം വണ്ടിയുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രോപ്പറായിട്ടൊരു വണ്ടിക്കകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. 4 പുതിയ ടയറാണ്. പെയിൻറ്റിങ്ങിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ വണ്ടിക്കകത്ത് പ്രത്യേകിച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. എത്ര ചോദിക്കുന്നത്? നമ്മൾ i20യുടെ പ്രൈസ് ചോദിക്കുന്നത് 480 480 നമുക്ക് വണ്ടി ഒരാടെ ഏകദേശം ഒരു 80-85% വരെ നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഇത് വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ? തീർച്ചയായിട്ടും നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും വിലയ്ക്കകത്ത് അഡ്ജസ്റ്റ്മെൻറ്റും നെഗോഷ്യബിളും ഉണ്ട്. നമ്മൾ പറയുന്ന പ്രൈസിനകത്ത് എന്തായാലും കുറച്ചായിരിക്കും ഏത് വണ്ടിയാണെങ്കിലും കൊടുക്കുന്നത്. അടുത്ത നമുക്കൊരു 7 സീറ്റ് വണ്ടിയിലൂടെ പോകുന്നത് 2020-21 രജിസ്ട്രേഷൻ എർട്ടിഗ VXI ആണ് വണ്ടി. ഇതിൻ്റെ ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓൾറെഡി. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 38,000 കിലോമീറ്റർ ഓടിയ കമ്പനി ടയറാണ് കിടക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്താണെങ്കിൽ കസ്റ്റമർ അഡീഷണലായിട്ട് സീറ്റ് കവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നോർമലി വണ്ടിക്കകത്ത് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് വരുന്നത്. നോർമലി നമുക്കിത് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. ബാക്കിലൊരു സ്പോയിലർ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി വണ്ടിയിലൂടെ 80-85% വരെ നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അങ്ങനെ മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ബാക്കിയുള്ള അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് തന്നെ പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. 2020-21 എർട്ടിഗ VXI ആണ്. സിംഗിൾ ഓണർ, 38,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ. ഇത് ഹൈബ്രിഡ് ആണ് വരുന്നത് കേട്ടോ. മൈലേജ് എന്താണ്? മൈലേജ് നമുക്ക് ലോങ് ഒക്കെ ഒരു 18 എന്തായാലും കിട്ടുമോ? 18? ഹൈബ്രിഡ് അല്ലേ, 18-19 എന്തായാലും ലോങ് എല്ലാം കിട്ടും. എത്ര ചോദിക്കുന്നത്? എത്ര? 9-10. 9-10? നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്നത് 9-10 2020-21 എർട്ടിഗ VXI ഹൈബ്രിഡ്. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വില? കാരണം ഇറങ്ങിയപ്പോൾ എന്തായാലും 15 രൂപ അടുപ്പിച്ച് വരും. ഇപ്പം 12 സംതിങ് വരുന്നുണ്ട്. ഡീസൽ വണ്ടിയിൽ പോകാം. 2016 ഡിസയർ VDI ആണ്. സിംഗിൾ ഓണർ, പ്രോപ്പർ കമ്പനി സർവീസ്. കിലോമീറ്റർ 1.23 ഓടിയിട്ടുണ്ട്. 1.20 ആണ്. ഡീസൽ വണ്ടിക്ക് അങ്ങനെ ഒരു കിലോമീറ്റർ അങ്ങനെ അയ്യോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. നോർമലി മാന്യമായിട്ടുള്ള കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്? അതെല്ലാം ഓൾറെഡി മാറിയിട്ടുണ്ട്. 1 ലാഖിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, കഴിഞ്ഞില്ല. 2016 എർട്ടിഗ VDI സിംഗിൾ ഓണർ, 1,23,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്.
മെയിനായിട്ടുള്ള നമ്മൾ VXA തന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ പിടിക്കാത്ത വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, ഇൻബിൽഡ് സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% ടയറുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം സീറ്റ് കവറും ഫുൾ മാറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2016 ഡിസയർ VD ആണ്. ടയർ പക്ഷേ ആവറേജ് അല്ലേ? ആവറേജ് ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? സിംഗിൾ ഓണറാണ്. ഫസ്റ്റ് ഓണർ 1.23 പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലാണ്, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇല്ലല്ല. എത്ര ചോദ്യം? ഇത് പ്രൈസ് ഇട്ടേക്കുന്നത് നമ്മൾ 450 വില നെഗോഷ്യബിൾ ആണ്. മാന്യമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. അടുത്ത നമുക്ക് 2018 ന്യൂ മോഡൽ ഡിസയർ ആണ്. ഡിസയർ LXI ആണ് വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ വന്നിട്ട് 48,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ടയർ ഓൾറെഡി മാറിയിട്ടുണ്ട്. എല്ലാം C8-ൻ്റെ 4 പുതിയ ടയറാണ് കിടക്കുന്നത്. വണ്ടി LXI ആണെങ്കിലും അതിനകത്ത് നോർമലി 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഡബിൾ വിൻഡോ സ്റ്റീരിയോ, ബാക്കിൽ ക്യാമറ, സെൻട്രൽ ലോക്ക്, അത്യാവശ്യം നമ്മൾ VXA-ക്കകത്ത് വരുന്ന ഏകദേശം എല്ലാ ഫീച്ചേഴ്സും കസ്റ്റമർ ഓൾറെഡി വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറുണ്ട്, ഫുൾ മാറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഓൾറെഡി വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 4 ഡോർ പവർ വിൻഡോ ആണോ അതോ പ്രത്യേകം വെച്ചാണ്? അല്ല, ഇത് LXI വരുമ്പോഴത്തേക്ക് പവർ വിൻഡോ വരുന്നില്ല. കസ്റ്റമർ 4 ഡോർ പവർ വിൻഡോ ഓൾറെഡി ചെയ്തതാണ്, അഡീഷണൽ ചെയ്തതാണ് കേട്ടോ. സ്റ്റീരിയോ അഡീഷണൽ ചെയ്തതാണ്, ബാക്കിലെ ക്യാമറ ചെയ്തതാണ്. ഇതെല്ലാം രണ്ടാമത് ഫിറ്റ്മെൻ്റ് ആയിട്ട് ചെയ്തതാണ്. സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക്. എത്ര ചോദ്യം? ഇത് നമ്മൾ 5 റൗണ്ട് ഫിഗർ. റൗണ്ട് ഫിഗർ അത് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. 2018 ഡിസയർ മോഡലാണ്. 5 രൂപയാണ് ചോദിക്കുന്നത്. നോർമലി നമുക്കിത് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസ് ഉള്ള വണ്ടിയാണ്. ഓട്ടോ ഒക്കെ ജെന്യൂൻ ആണേ? ഏതായിട്ടാ? കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ? പിന്നെ തീർച്ചയായിട്ടും സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമുക്ക് ഇവിടെ കിടക്കുന്ന ഒരു 80-90% വരെ ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. പഴയ മോഡൽസ് വണ്ടികൾക്കൊക്കെ ഉള്ള ഹിസ്റ്ററി വരാത്തത്. കാരണം അടുത്ത നമ്മളൊരു പുതിയ മോഡൽ സ്വിഫ്റ്റ് ആണ്. 2020-21 രജിസ്ട്രേഷനാണ്. ഫസ്റ്റ് ഓണറാണ്. 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കളർ വരുന്ന ബ്ലൂ ആണ്. രജിസ്ട്രേഷൻ വരുന്ന കൊല്ലം രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടിക്ക് അത് വരുന്നത് കേട്ടോ. 2020-21 സ്വിഫ്റ്റ് VXI ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ, 32,000 കിലോമീറ്റർ. അതിനകത്ത് നമുക്ക് അത്യാവശ്യം മാച്ചിങ് ആയിട്ടുള്ള സീറ്റ് കവർ, ഇന്ത്യയിലൊക്കെ വെൽ ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് സെറ്റ്, ബാക്കിൽ ക്യാമറ, സ്പോയിലർ, അങ്ങനെ ഒരു കസ്റ്റമർ എടുക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപെട്ട ഒരു ഫീച്ചേഴ്സ് എല്ലാം വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. നോർമലി നമുക്കിത് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഫിനാൻസ് സൗകര്യമുള്ള കസ്റ്റമർക്കാണെങ്കിൽ ഏകദേശം വണ്ടി വിലയുടെ ഒരു 85-90% ഒരു ഫിനാൻസ് നമുക്ക് ചെയ്തു കൊടുക്കാം. അതായത് ആദ്യം ഒരു 1 ലക്ഷം 1 ലാക്ക് എബോ ഉണ്ടെങ്കിൽ 1 ലാക്ക് മതി. ഒരു 1 ലാക്ക് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് 5 വർഷം അല്ലെങ്കിൽ 6 വർഷം സ്ലാബിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിൽ ചെറിയ സ്ക്രാച്ച് അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. നമ്മളത് ഓട്ടോമാറ്റിക് ബമ്പറിലൊക്കെ അറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും ആദ്യം ബമ്പറിലൊക്കെ സ്ക്രാച്ച് വരും. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് ബേസിക്കായിട്ട് ജനറൽ ചെക്കപ്പ്, ഇതിനൊക്കെ പെയിൻറ്റിങ്, പോളിഷിങ് ഇതെല്ലാം ചെയ്തു. ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എങ്ങനെ നടക്കുന്ന ആ ഒരു കണ്ടീഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനകത്ത് അഡീഷണൽ പ്രൈസ് ഒന്നും വരുന്നത് നമ്മൾ പറയുന്ന പ്രൈസിനകത്തായിരിക്കും വരുന്നത്. നമ്മൾ 635 ചോദിക്കുന്നത്. അതിനകത്ത് മാന്യമായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. 635? അതെ അതെ. പുതിയ സ്വിഫ്റ്റിന്റെ പൈസ പുതിയ ഇപ്പോൾ നല്ല റേറ്റ് ആണ്. അത് 3 സിലിണ്ടർ ഏറ്റവും പുതിയ. ഞാൻ ചോദിച്ച ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് അത് 8 സംതിങ് വരുവാണ്. 2019 ഓൾട്ടോ 800 LXI ആണ്. സിംഗിൾ ഓണർ. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ ആണ്. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ കമ്പനി സർവീസിനാണ്. അന്ന് എല്ലാ വണ്ടിക്കും ജെനുവിനും ചോദിക്കുന്നത്. എല്ലാം ജെനുവിനേ ഉള്ളൂ, ഫേക്കായിട്ടൊന്നുമില്ല. സിംഗിൾ ഓണറാണ്. നോർമലി BS6 വണ്ടിയാണ് വരുന്നത്. എയർ ബാഗ്, ABS അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 2019 വീണ്ടും പറഞ്ഞതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ്. 16,000 കിലോമീറ്റർ ഓടിയ വൈറ്റ് കളർ വണ്ടിയാണ്. ഫിനാൻസ് ആണെങ്കിൽ മാക്സിമം ഒരു 50 രൂപ റേഞ്ചിൽ നമുക്ക് ഈ വണ്ടി ലോൺ ചെയ്ത് ബാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ബാക്കി എല്ലാ വണ്ടിയിലും സീറ്റ് കവറും കൂടി ഉണ്ടായിരുന്നു. ഇതിനകത്ത് സീറ്റ് ഓൾറെഡി വന്ന ഇതിലാണ്. പിന്നെ ടയറൊക്കെ ഫസ്റ്റ് ടയർ 16,000 കിലോമീറ്റർ ടയറാണ്. പിന്നെ ബോഡിക്കകത്ത് ഇതിനൊക്കെ ചെറിയ 1-2 സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മളായിട്ട് തന്നെ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. 2019 ഓൾട്ടോ 800 LXI 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്ന 325 അതിനകത്ത് മാന്യമായിട്ടുള്ള റേറ്റിൻ്റെ ഭാഗത്താണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. വണ്ടി ബോഡിക്കകത്ത് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് 2016 കേട്ടൺ VXI ആണ്. ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പാണ്. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. കിലോമീറ്റർ വന്നിട്ട് 78 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXI എന്ന് പറഞ്ഞാൽ കേട്ടൻ്റെ ടോപ്പ് മോഡലാണ്. വണ്ടി ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് വണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാ വണ്ടിയിലെയും കണക്ക് അഡീഷണലായിട്ട് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, മാറ്റ്, അതുപോലെ ഇൻബിൽറ്റ് സ്റ്റീരിയോ ഒക്കെ ഓൾറെഡി വരുന്നതാണ്. ഇത് നമുക്ക് ഫിനാൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ആദ്യം ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് എടുക്കാവുന്ന വണ്ടിയാണ്. നമ്മൾ ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സ്ക്രാച്ചോ കാര്യങ്ങളോ
അങ്ങനെ റീപെയിൻറ്റോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വരാത്തൊരു വണ്ടിയാണ്. 2016 സിംഗിൾ ഓണർ കേട്ടൺ VXi ആണ്. എത്ര ചോദ്യം? നമ്മൾ 260 പ്രൈസ് ഇട്ടേക്കുന്നത്. 260. നമ്മളിത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോളിഷിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ചെയ്ത് കൊടുക്കുന്നതാണ്. ഫിനാൻസ് വേണ്ട കസ്റ്റമർക്ക് ആദ്യം ഒരു 40-50 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ്. 2016 കേട്ടൺ VXi സിംഗിൾ ഓണർ വണ്ടി. 2013 i10 മോഡലാണ്. സെക്കൻഡ് ഓണർ മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. കമ്പനി സർവീസാണ്. കിലോമീറ്റർ 74,000 ഓടിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് 2 അത്യാവശ്യം നല്ല ടയർ, പുതിയ ടയർ കിടക്കുന്നത്. ബാക്ക് ടയറും തീരെ മോശമല്ല, നമുക്ക് ബാക്ക് ടയറും ആവറേജ് ടയറുണ്ട്. ഇതാകുമ്പോൾ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറർ കാര്യങ്ങൾ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. 2013 മോഡലാണ്. 1.2 i10 മാഗ്നയാണ്. നമുക്കിത് ഫിനാൻസിൻ്റെ കാര്യം ബുദ്ധിമുട്ടായിരിക്കും. 13 ആയിട്ട് നോർമലി നമുക്ക് ചെയ്താലും മാക്സിമം 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ഈ ഒരു ചെറിയൊരു ബഡ്ജറ്റിനകത്ത് 2 രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് ഇത്രയും അത്യാവശ്യം നല്ല സ്പേസും ഇത്രയും ഫീച്ചേഴ്സുള്ള വണ്ടി കിട്ടാൻ പാടിയാണ്. മാരുതിയിലാണെങ്കിൽ വാഗണറാണെങ്കിൽ പോലും 2013 2 രൂപയ്ക്ക് മേലോട്ട് എന്തായാലും പോകും. ഇത് നമുക്ക് ഒരു 190 നമ്മൾ സെല്ലിങ് ഇട്ടേക്കുന്നത്. അതിനകത്ത് വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ അത് ഓട്ടോമാറ്റിക് എന്തായാലും 15 വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല. 2013 i10 മാഗ്ന സെക്കൻഡ് ഓണർ, 74,000 കിലോമീറ്റർ, 190 ആണ്. അടുത്ത നമുക്ക് 2016 സ്വിഫ്റ്റ് VXi ആണ്. 2016 സ്വിഫ്റ്റ് VXi ഇതിൻ്റെ കിലോമീറ്റർ നോക്കുമ്പം 39,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. നമുക്ക് ടയർ 4 ഇപ്പോൾ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ മതി, 4 ടയറും ജേക്കയുടെ തന്നെ സെയിം ടയറാണ്. ഏകദേശം ടയർ ചേഞ്ച് ചെയ്തിട്ട് ഒരു 1000 കിലോമീറ്റർ 4 ടയറും യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് എങ്ങനെയാലും ഒരു 10-30,000 കിലോമീറ്റർ ഈ ടയർ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എടുത്ത് പെട്ടെന്ന് ഒരു ടയർ ചേഞ്ചോ അങ്ങനെ ഒരു എക്സ്പെൻസ് മുടക്കേണ്ടി വരത്തില്ല. പിന്നെ എല്ലാ വണ്ടിയിലും കണക്ക് തന്നെ നമുക്ക് ഓൾറെഡി സീറ്റ് കവർ, മാറ്റ്, അങ്ങനെ ആ സീറ്റ് കവറിനകത്ത് വലിയ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ആ ഇൻറ്റീരിയർ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. ഇതിന് നോർമലി നമുക്ക് പോപ്പുലറിൻ്റെ 6 മാസം വാറണ്ടി, എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫിനാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാം പറഞ്ഞല്ലോ 74 വർഷം വരെ ഫിനാൻസ് കിട്ടും. 5 വർഷം വരെ കസ്റ്റമർ പ്രൊഫൈലൊക്കെ നമുക്ക് കൊടുക്കാം. ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് എങ്ങനെയായാലും ഒരു 75 രൂപ റേഞ്ചിൽ അടയ്ക്കുന്ന ഒരു കസ്റ്റമർക്ക് സുഖമായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്ന 2016 സ്വിഫ്റ്റ് VXi വണ്ടിയാണ്. നമ്മൾ ഇപ്പം തന്നെ നമ്മൾ വണ്ടി എടുത്തേ ഉള്ളൂ. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് മേജറായിട്ട് അങ്ങനെ പെയിൻറ്റിങ് വർക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആകെ ചെറിയ ഓൾറെഡി ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മൾ വരുന്ന ഒരു കസ്റ്റമറെ കാണിച്ച് അത് നമ്മളായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ 490 ചോദിക്കുന്നത്. 2016 സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർ, 39,000 കിലോമീറ്റർ ഓടി വണ്ടി. അടുത്ത് നമുക്ക് പഴയ ഷേപ്പ് നിർത്തിയ 2018 വാഗണർ VXi ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്ററാണ്. ഇത് 14,000 കിലോമീറ്റർ പ്രോപ്പറായിട്ട് ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ കിലോമീറ്റർ വരുമ്പോൾ എല്ലാവരും ചോദിക്കും ജെന്യുവൻ ആണോ എന്ന് ചോദിക്കും. ഇത് പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. ലാസ്റ്റ് 24 വരെ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 14,000 കിലോമീറ്റർ ഓടി. ഫസ്റ്റ് ഓണർഷിപ്പ് വരുന്നത് സിംഗിളാണ്. പിന്നെ അത്യാവശ്യം നല്ല മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരാൾക്ക് അറിയാൻ പറ്റും ആ വണ്ടിയുടെ ക്വാളിറ്റി ബേസ് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. 2018 വാഗണർ VXi സിംഗിൾ ഓണർ, 18,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഇത് നമുക്ക് 6 മാസം മാരുതിയുടെ വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ലോണിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം വണ്ടിയുടെ 80-85% വരെ, അതായത് നമുക്ക് ഒരു 75-നും ഒരു 1 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു കസ്റ്റമർക്ക് ആ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടയറാണ്. ആ 14,000 കിലോമീറ്റർ ഓടി ടയറാണ് 4 കിടക്കുന്നത്. പിന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പറായിട്ട് ആക്സിഡൻ്റ് ഒന്നുമില്ല. ഈ ബോഡിക്കകത്ത് നമ്മൾ കാണുന്ന കണക്ക് ബമ്പറിലും ഫ്രണ്ടൽ സൈഡിലൊക്കെ ചെറിയ ഡാമേജുകളുണ്ട്. അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അഡീഷണൽ ആയിട്ട് സ്പോയിലർ, അതുപോലെ തന്നെ സീറ്റ് കവർ, മാറ്റ് അങ്ങനെ ഉണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും VXiക്കകത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്തായാലും 4 സംതിങ് വരും. വണ്ടി ഓൾറെഡി ഇന്നലെ വൈകിട്ട് എടുത്തേ ഉള്ളൂ. പ്രൈസ് ഫൈനലായിട്ടില്ല. നമ്മൾ വിളിക്കുന്ന കസ്റ്റമർക്ക് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം. 4 സംതിങ് എന്തായാലും വരും. 2018 വാഗണർ VXi സിംഗിൾ ഓണർ, 14,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടി. അടുത്ത നമ്മൾ നോക്കുന്ന 2017 ടിയാഗോയാണ്. ടിയാഗോ ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത് XM എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ 63,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. പിന്നെ മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സീറ്റ് കവർ അഡീഷണൽ ആയിട്ട് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്കകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ ഓൾറെഡി കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. നമുക്കിത് ലോണിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി ഓൾറെഡി 80% വരെ ലോൺ കിട്ടാം. പിന്നെ നമുക്കൊരു മാക്സിമം ഒരു 3,000 രൂപ ബഡ്ജറ്റൊക്കെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് അത്യാവശ്യം ഒരു വലിയ വണ്ടിയാണ്. ബാക്ക് സ്പേസും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. 3 പേർക്ക് സുഖമായിട്ട് നല്ലോണം ഇരിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ടാറ്റ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയാണ് ടാറ്റയുടെ വണ്ടിക്ക് മെയിനായിട്ട് പറയേണ്ടത്. പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ടയറാണ്. 4 അത്യാവശ്യം
ഒരു എങ്ങനെ നോക്കിയാലും ഒരു 50% മേളിൽ 4 ടയറുണ്ട്. പിന്നെ ബോഡിക്കകത്തൊക്കെ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് ഇപ്പം സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ബമ്പറിലൊക്കെ ഉള്ളൂ. അത് നമ്മളായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. ആദ്യം ഒരു 75-80 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു 3.5 രൂപ ബഡ്ജറ്റ് നല്ലൊരു വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ 350 ചോദിക്കുന്നത്. 2017 ടിയാഗോ XM എന്ന് പറയുന്ന വേരിയൻറ്റ്. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമോ? നമ്മൾ പറഞ്ഞല്ലോ, ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ പറയുന്ന പ്രൈസിനകത്ത് വേരിയേഷൻ വരും. ഒരിക്കലും ആ ഒരു പറഞ്ഞ പ്രൈസിനകത്തല്ല നമ്മൾ കൊടുക്കുന്നത്. പ്രൈസിനകത്താണെങ്കിലും വണ്ടിയുടെ കണ്ടീഷനിലായാലും വ്യത്യാസം വരും. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം പെയിൻറ്റിങ് ഉൾപ്പെടെ നമ്മൾ ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കിയാണ് വണ്ടി കൊടുക്കുന്നത്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ചെറിയ ചെറിയ ബമ്പറിലൊക്കെ റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. 17 വണ്ടിയാണല്ലോ, ഏകദേശം 7 വർഷം പഴക്കം വരുമ്പോൾ ഓട്ടോമാറ്റിക് വരുമല്ലോ. അല്ലാതെ ഇപ്പം നോക്കിയില്ലെങ്കിൽ നമുക്കറിയാം ബോഡിക്കകത്തൊന്നും അധികം സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. 2018 വാഗണർ LXi ആണ്. സിംഗിൾ ഓണറാണ്. എൻ്റെ കിലോമീറ്റർ 50 സംതിങ് ആയിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസാണ്. LXi എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോഡൽ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡാണ് വരുന്നത്. ടയർ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല ടയറാണ്. ബാക്കിലത്തെ ടയർ ഏകദേശം മാറാൻ സമയമായിട്ടുണ്ട്. എല്ലാ വണ്ടിയിലെയും കണക്ക് നമുക്ക് ഈ വണ്ടിക്കകത്തും സീറ്റ് കവർ മാറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിലൊരു സ്പോയിലർ, റെയിൻ ഗാർഡ്, അങ്ങനെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. LXi ആണ് ഫസ്റ്റ് മോഡലാണ്. നമ്മൾ നേരത്തെ കാണിച്ചാലും VXi ആണ് ഏറ്റവും ടോപ്പ് മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നോർമലി 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ബാക്കിലത്തെ ടയർ ഏകദേശം മാറാൻ സമയമായിട്ടുണ്ട്. പിന്നെ ഇതും നോർമലി മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടയർ മാറി കൊടുക്കൂ. ഓൾറെഡി നമ്മൾ പ്രൈസ് നെഗോഷ്യബിൾ വരുമ്പം ടയറോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. 2018 വാഗണർ LXi മോഡലാണ്. എത്ര ചോദിക്കുന്നത്? 385. കുറയോ? തീർച്ചയായിട്ടും നമുക്ക് ആ ടയറിൻ്റെയൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഫേവർ ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിക്കുകയാണ്. അപ്പം മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്ക് പറ്റിയ വണ്ടികളാണ് കിടക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാവുന്ന നല്ല നല്ല വണ്ടികളുണ്ട്. പിന്നെ വെട്ടക്കുറവ് 1-2 വണ്ടികളുടെയൊക്കെ അകം ഇച്ചിരി വെട്ടക്കുറവ് വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മളെ സമയം വൈകിയാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ടാണ്. പിന്നെ ചിലതിനകത്തൊക്കെ ഞാൻ വണ്ടിക്കകത്ത് തന്നെ ലൈറ്റൊക്കെ ഇട്ട് അങ്ങ് സെറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വെട്ടം കിട്ടി. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ ക്ഷമിക്കുക. ബാക്കിയുള്ള എല്ലാ ഒരുവിധം നല്ലപോലെ ഷൂട്ട് ചെയ്യാനും കാണിച്ചു തരാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച ഒരു വീഡിയോ കൂടി ചെയ്ത് കഴിഞ്ഞു എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.